السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. يا رب هيئ لنا من أمرنا رشدا وجعل معونتك الحسنى لنا مددا. ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, കാരണവന്മാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അനുഗ്രഹീതമായ നമ്മുടെ ഈ ശ്രേഷ്ഠമായ സദസ്സിൽ ഫത്ഹുൽ ഫത്താഹ് എന്ന നമ്മുടെ ഈ ആത്മീയമായ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ മജ്ലിസുൻ നൂർ എന്ന ആത്മീയ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വലിയ ഒരു പ്രഭാഷണം ഈ സമയത്ത് ഉചിതമല്ല. നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാതെ മജ്ലിസുൻ നൂർ ചൊല്ലി ദുആ ചെയ്യണം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മക്കളുടെ പരീക്ഷാകാലവും മറ്റുമൊക്കെയാണ്. അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യുകയും വേണം. നമ്മൾ ഇരിക്കുന്നത് ഒന്ന് അടുത്തിരുന്നാൽ അപ്പോൾ പ്രയാസം, ചിലർ ഫാനിൻ്റെ സൗകര്യമൊക്കെ നോക്കിയതായിരിക്കും, അതിന് വിരോധമല്ല. എന്നാലും ഫാനിൻ്റെ ചോട്ടിൽ ഇരിക്കണം നിർബന്ധമുള്ള ആളുകൾക്ക് അവിടെ ഇരിക്കാം. ഇവിടെയും ഫാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു മജ്ലിസിന്റെ ഒരു ബർക്കത്ത് കൂടിയാണല്ലോ. ഇങ്ങനെ ഇരിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് കസേരയിൽ ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. അല്ല, വല്ലാതെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഫാനിന്റെ ചോട്ടിൽ ഇരിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് അവിടെ ഇരിക്കാം, അത് വിരോധമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദറിന്റെ അവരെ തവസ്സുലാക്കുന്ന, അവരുടെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലുന്ന ഈ പുണ്യമായ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ ആത്മീയമായ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ അതൊക്കെ നമ്മുടെ മുൻഗാമികൾ രൂപപ്പെടുത്താൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ഉണ്ടായത് കേരളക്കരയിൽ മലബാറിൽ വളരെ വ്യാപകമായി പടർന്ന് പന്തലിച്ച ചില പകർച്ചവ്യാധികൾ, മാരകമായ രോഗങ്ങൾ, ആ രോഗങ്ങൾ പരക്കുകയും ആ രോഗം പിടിപെട്ട ആളുകൾ കൂട്ടത്തോടുകൂടെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ്
അന്നത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ നാട്ടുബല, ഈ കഷ്ടപ്പാട്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തേടി ചെന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മനോഹരമായ വരികൾ ക്രോഡീകരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, മൗലിദ് ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും രൂപത്തിലായി പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് അത് ഈ കേരളത്തിലെ ജനത കേൾപ്പിച്ചു തന്നത്. ഏറെക്കുറെ 5 നൂറ്റാണ്ട് കാലമായി. 5 നൂറ്റാണ്ട് എന്നത് ചെറിയതല്ലല്ലോ. പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് കേരളത്തിലെ ജനത ഏറ്റെടുത്തു. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഏതേത് കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് കല്യാണ വീടുകളിൽ, കല്യാണം നടക്കുന്ന വീടുകൾ, കല്യാണ രാവുകളിൽ അവിടെ ചെന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വീട്ടുകാരെ അവിടെ ഒരുമിച്ച് കൂടി, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്പം മൗലിദ്, പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ഓതി ദുആ ചെയ്യലാണ് പതിവ്. നമ്മളൊരു വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ഓതും. മരണ വീട്ടിൽ മങ്കൂസ് മൗലിദ് ഓതാറുണ്ട്. ദുഃഖത്തിലും സന്തോഷത്തിലും പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതാണ്. അത് ആരൊക്കെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചാലും പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ഏറ്റെടുത്തവരും അത് മനഃപ്പാടമാക്കിയവരും അത് നിരന്തരമായി പാരായണം ചെയ്യുന്നവരും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ മേഖലയുടെ നിർണായകമായ ഒരു ഭാഗമായി പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് മാറി. പരിശുദ്ധമായ ബുർദ നമ്മൾ പാടാറുണ്ടല്ലോ, ചൊല്ലാറുണ്ടല്ലോ. അങ്ങകലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് മിസ്രിൽ, ഈജിപ്തിൽ, അലക്സാണ്ട്രിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാ മഹാനവറുകളെ രചിച്ച പരിശുദ്ധമായ ബുർദ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ കേരളക്കരയിലും അത് ഒരാത്മീയമായ വഴിയായി ബുർദ പാടുന്ന വാളിന്റെ വേദുകൾ പഴയകാലത്ത് തുടങ്ങിയിരുന്നത് ബുർദ മുഴുവനായി പാടിയതിനു ശേഷമാണ്. ബഹുമാനപ്പെട്ട ശുഗപുരം റഹിമഹുല്ല മഹാനവറുകളെ പോലെയുള്ള പഴയകാല വായലിങ്ങൾ വയല് പറയാൻ ഒരു നാട്ടിലേക്ക് വയലിന് പോകുമ്പോ പ്രധാനമായി നിബന്ധന പറഞ്ഞിരുന്നത് എന്റെ വയല് തുടങ്ങുന്നതിന് മുമ്പ് ബുർദ മുഴുവനായി ചൊല്ലിത്തീർക്കണം എന്നതാണ്. ബുർദ കേവലം ഒരു ആസ്വാദനമല്ല, കേവലം അത് ഒരു സംഗീതാത്മകമായിട്ടല്ല മഹാന്മാരായ മുൻഗാമികൾ കണ്ടത്. അത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു ആത്മീയമായ ഒരു അമലായി കണ്ടു. ആ ബുർദ ഉണ്ടായതിന്റെയും സാഹചര്യം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾക്ക് വളരെ വലിയ ഒരു രോഗം പിടിപെട്ടപ്പോൾ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ആ പരിശുദ്ധമായ മദ്ഹിന്റെ ആ മനോഹരമായ ഖസീദത്തുൽ ബുർദ രചിച്ചത്. അത് പാടിയത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഒരു മോചിതത്തിലൂടെ, ആത്മീയമായ കഴിവിലൂടെ മഹാനവറുകളുടെ ആ രോഗം മാറിയതും. ഇങ്ങനെ ഓരോ ആത്മീയമായ മജ്ലിസുകൾ, പരിശുദ്ധമായ ഖുത്ബിയത്ത്, ഹദ്ദാദ്, അങ്ങനെ ഓരോന്നും അതിന്റെ തുടക്കം എന്തേ അതിന് കാരണം നാടുകളിലുണ്ടായ പല പ്രതിസന്ധികൾ. അത് ഒരുപക്ഷെ രോഗങ്ങളാവാം, അല്ലെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയും കെടുതികളുമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അത് രൂപപ്പെടുത്തിയത് യമനിലെ ഹദറമൗത്തിന്റെ ചില ഭാഗങ്ങളിൽ സയ്യിദികൾ എന്നറിയപ്പെടുന്ന ഷിയാ വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ അവരുടെ ബിദ്അത്തിന്റെ ആശയങ്ങൾ, ബിദ്അത്തിന്റെ കക്ഷികളായ സയ്യിദികൾ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഹദറമൗത്തിലെ പ്രഗൽഭരായ ആലിമീങ്ങളും നേതാക്കളും നാട്ടുകാരും മഹാന്മാരും വലിയ ആലിമും വലിയ സൂഫിയും വലിയുമായിരുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് പരാതി പറഞ്ഞപ്പോൾ ബിദ്അത്തിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ,
ഈമാൻ ശക്തിപ്പെടുത്താൻ, ഈമാനും ഇസ്ലാമും സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ടവര് ഖുർആനിലും ഹദീസിലുമൊക്കെ വന്ന ആധികാരികമായ പ്രധാനപ്പെട്ട ദിക്റുകൾ, വിറുതുകൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹദ്ദാദ് അത് രൂപപ്പെടുത്തി ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയുള്ള അമലുകളൊക്കെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈമാനിന്റെ സംരക്ഷണം, നമ്മുടെ ആത്മീയമായ വിജയം, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മകൾ, വൃത്തികേടുകൾ, ഹറാമുകളിൽ നിന്ന് കാക്കപ്പെടാൻ, രോഗങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്, ഇങ്ങനെ ദുന്യവിയായ ഉഖ്റവിയായ നല്ല വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മഹാന്മാരായ മുൻഗാമികൾ ഓരോ ആത്മീയമായ വഴികൾ നമുക്ക് കാണിച്ചു തന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് വ്യാപകമായപ്പോൾ അത് എന്തെന്ത് കാരണങ്ങളെ കൊണ്ടാണ്, പല കാരണങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, ബലാഉകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, മറ്റൊരു ഭാഗത്ത് വലിയ വലിയ രോഗങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം വ്യാപകമായി പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് മജ്ലിസുൻ നൂർ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതവർ ഏറ്റെടുക്കുകയും ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാ. എല്ലാ ആഴ്ചയും പല ദിവസങ്ങളിലായി ഈ പരിശുദ്ധമായ ഫത്ഹുൽ ഫത്താഹ് എന്ന നമ്മുടെ ആത്മീയ കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ നടക്കുന്ന ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുൻ നൂറിന്റെയും പരിശുദ്ധമായ ഖുർആനിന്റെയും പഠനത്തിന്റെയും ആത്മീയതയുടെയും വിവിധ വേദികളിൽ ഈ ഒരു ആത്മീയമായ ചട്ടക്കൂടിന്റെ ഭാഗമാവാൻ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ശിഷ്യന്മാരും മുരീദുമാരും ഒക്കെയായി മാറാൻ നമുക്ക് പ്രത്യേകമായ സൗഭാഗ്യം ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള സദസ്സുകളിൽ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി ഇന്ന് പരന്നുകൊണ്ടിരിക്കുന്ന പല നാട്ടുബലാവുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് പ്രത്യേകം ബാധ്യതയുണ്ട്. അല്ലാഹു ഈ സദസ്സിലെ ദുആ കബൂൽ ചെയ്യട്ടെ. നമുക്കറിയാലോ, ഇപ്പോൾ ഈ വർഷത്തെ വേനൽ അത് നേരത്തെ തന്നെ തീക്ഷ്ണമാവുകയും രൂക്ഷമാവുകയും നമ്മുടെ കിണറുകളിലും ജലാശയങ്ങളിലുമൊക്കെ വെള്ളം വറ്റിപ്പോവുകയും കുടിവെള്ളക്ഷാമം വളരെ ശക്തമായി നേരിടുകയും ചെയ്തപ്പോ സത്യത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ, തങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദുമാരും നമ്മുടെ നേതാക്കളൊക്കെ എല്ലാ പള്ളികളിലും മദ്രസകളിലും വ്യാപകമായി, അതേപോലെ മജ്ലിസുൻ നൂറിന്റെ സദസ്സുകളിലും നമ്മുടെ വേദികളിലൊക്കെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുടിവെള്ളക്ഷാമത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആഹ്വാനം ചെയ്തപ്പോ ദുആ നടന്നല്ലോ. വ്യാഴാഴ്ച പത്രത്തിൽ വന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ബഹുമാനപ്പെട്ട തങ്ങളുടെയും നമ്മുടെ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും മഴ ലഭിക്കാൻ വേണ്ടിയുള്ള ദുആയുടെ അഭ്യർത്ഥനയാണ്. മറ്റൊരു റിപ്പോർട്ട് അന്നത്തെ ദിവസം തന്നെ പല പത്രങ്ങളിലും വന്നത് കാലാവസ്ഥാ നിരീക്ഷകരുടെ റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ ഒരിക്കലും കേരളത്തിൽ മഴ പെയ്യൂല. ഈ മാർച്ച് മാസത്തിൽ ഒരു കാരണവശാലും മഴ പെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ അതൊക്കെ വഴിതിരിഞ്ഞു പോയി. അതുകൊണ്ട് മലയാളിക്ക്, കേരളക്കാർക്ക് മഴയില്ല ഈ മാർച്ച് മാസത്തിൽ എന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം, ഉസ്താദുമാരുടെ ആഹ്വാനം. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, കരളുരുകി ദുആ ചെയ്യണം. പള്ളികളിലും മദ്രസകളിലും മജ്ലിസുൻ നൂറിന്റെ വേദികളിലുമൊക്കെ അൽഹംദുലില്ലാഹ് അന്ന് മുതൽ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ദുആ നടന്നു. എല്ലാ മേഖലകളിലും ദുആ നടന്നു. ശനിയാഴ്ച മദ്രസകളിൽ ദുആ നടന്നു. അൽഹംദുലില്ലാഹ് റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് മഴ പെയ്യൂല കേരളത്തിലെന്ന് പറഞ്ഞിടത്ത്
വളരെ റാഹത്തോടുകൂടെ പല പ്രദേശങ്ങളിലും വ്യാപകമായി നല്ല മഴ ലഭിച്ചല്ലോ. എന്ത് കാലാവസ്ഥയുടെ പ്രവചനം! രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങളുടെ കുടിവെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, വെറും വെള്ളം എന്നല്ല അല്ലാഹു പറഞ്ഞത്. അഫറഅയ്തുമുൽ മാ, വെള്ളം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം. നിങ്ങളുടെ കുടിവെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘപാളികളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത്? കേരളക്കരയിലെ കേരളത്തിന്റെ 14 ജില്ലകളിൽ 1 മണിക്കൂർ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഏറെക്കുറെ 600ഓളം കോടി രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് ഈ അടുത്ത് നടന്ന ഒരു പഠനം പറയുന്നത്. കേരളക്കരയിൽ, മലയാളക്കരയിൽ, മലയാളികൾക്കിടയിൽ 14 ജില്ലകളിൽ കൃത്രിമമായി മഴ പെയ്യിക്കണമെങ്കിൽ, 1 മണിക്കൂർ മഴ പെയ്യിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് 600 കോടിയിലധികം രൂപ അതിന്റെ സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിവരുമെന്ന് പറയുമ്പോൾ എന്നാൽ തന്നെ ഉറപ്പില്ല. കൃത്രിമമായ മഴ സുബ്ഹാനല്ലാഹ് ഓരോ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ സമൃദ്ധമായി സൗജന്യമായി രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അത് മേഘങ്ങളിൽ നിന്ന് അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, ഇത് കേവലം തണുപ്പിക്കാനുള്ള ഒരു ചാറ്റൽ മഴ പെയ്യിക്കലല്ല. മേഘപാളികളിൽ നിന്ന് നിങ്ങളാണോ മഴ പെയ്യിക്കുന്നത്? നിങ്ങളാണോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാമാണോ മഴ പെയ്യിക്കുന്നത്? നാമാണോ നിങ്ങൾക്കുള്ള കുടിവെള്ളം ഇറക്കി തരുന്നത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചാൽ അതിനെ ഉപ്പ് കലർന്ന, ലവണങ്ങൾ കലർന്ന, കുടിക്കാൻ പറ്റാത്ത വെള്ളമാക്കി മാറ്റൂലേ? ഫലൗലാ തഷ്കുറൂൻ, എന്തേ നിങ്ങൾ ശുക്ർ ചെയ്യാത്തത്? എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? കുടിവെള്ളം ഏറ്റവും അത്ഭുതകരമായ ഒരു അമൃതല്ലേ? ഏതേത് പാനീയം നമ്മുടെ മുന്നിലേക്ക് ചായ കൊണ്ടുവരുമ്പോ ചില ആളുകൾ പറയും മധുരമില്ലാത്തത് വേണം, ചില ആളുകൾ പറയും പാല് വേണ്ട, കട്ടൻ മതി, ചില ആളുകൾക്ക് സ്ട്രോങ് വേണം, ചില ആളുകൾക്ക് ലൈറ്റ് വേണം, ചില ആളുകൾക്ക് ചായ തീരെ വേണ്ട, നല്ല ജ്യൂസ് കൊടുത്താൽ അതും വേണ്ട, അതെനിക്ക് കഴിക്കാൻ പറ്റൂല, തണുപ്പ് പറ്റൂല, മധുരം പറ്റൂല, അല്ലെങ്കിൽ ഈ പഴച്ചാറ് പറ്റൂല, എനിക്ക് തേൻ പറ്റൂല, പാല് പറ്റൂല. ഭൂമിയിലെ എന്തൊക്കെ മനോഹരമായ പാനീയങ്ങളല്ല ഇറക്കി തന്നത്, എന്നാൽ എല്ലാവർക്കും പറ്റുന്നത് ചെറിയ കുഞ്ഞിനെ, മുലകുടി പ്രായത്തിലുള്ള ചെറിയ കുഞ്ഞിന്റെ വായിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയത്, മരിക്കാൻ കിടക്കുന്നയാളുടെ വായിലേക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റിയത്, ഏത് രോഗിക്കും കുടിക്കാൻ പറ്റിയത്, ഏത് രോഗിയും ആഗ്രഹിക്കുന്നത്, ഏത് പക്ഷിയും ഏത് മൃഗവും ഏത് സസ്യലതാദികളും എല്ലാവർക്കും വേണ്ടത് ശുദ്ധജലമാണ്. ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും കൂട്ടിച്ചേർക്കുമ്പോൾ അല്ലാഹു അത്ഭുതകരമായ അൽമാ എന്ന വെള്ളത്തെ രൂപപ്പെടുത്തി. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു വാതകമാണ്, അത് സ്വയം കത്തിത്തീരും. ഹൈഡ്രജൻ സ്വയം കത്തിത്തീരുന്ന വാതകമാണ്. സൂര്യൻ കത്തുന്നത് സൂര്യന്റെ ചൂടിനും വെളിച്ചത്തിനും കാരണം അവിടെ ഹൈഡ്രജൻ കത്തി ഹീലിയമായി തീരുകയാ. ഹൈഡ്രജൻ സ്വയം കത്തുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കളെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. തീ കത്തണമെങ്കിൽ, ഏത് വസ്തുവും കത്തിപ്പടരണമെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഉള്ളിടത്ത് തീ പടരുകയുള്ളൂ. അപ്പോൾ സ്വയം കത്തുന്ന ഒരു വാതകം, കത്താൻ
ആക്കാൻ സഹായിക്കുന്ന മറ്റൊരു വാതകം. ഇത് പ്രത്യേകമായ അനുപാതത്തിൽ ചേരുമ്പോൾ അത് കുടിവെള്ളമായി, ഏത് കത്തലിനെയും കെടുത്തിക്കളയുന്ന മനോഹരമായ അല്ലാഹു നൽകുന്ന വെള്ളം എന്ന അമൃതായി, അത്ഭുതകരമായ പാനീയമായി. ആരാ നിങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വെള്ളത്തെക്കുറിച്ച് പഠിച്ചാൽ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ, ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യും. ഇന്ന് ചെയ്യുന്നില്ലേ? റബ്ബിന്റെ ചോദ്യം, നന്ദി ചെയ്യണം. വെള്ളത്തെക്കുറിച്ച് പഠിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. നോക്ക് മുഅ്മിനെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ 69, 70 ആയത്തുകൾ. സൂറത്തുൽ വാഖിയ 69, 70 ആയത്തുകൾ. അഅൻതും അൻസൽതുമൂ മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ. കുടിക്കാനുള്ള ശുദ്ധജലത്തെ ഉപ്പ് കലർത്തി അല്ലെങ്കിൽ ചെളി കലർത്തി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയാൽ ആരാ നിങ്ങൾക്ക് കുടിവെള്ളം തരാ? നോക്കണേ മുഅ്മിനെ, ചിന്തിക്കണം. എല്ലാ ദിവസവും നമ്മോട് ഓതാൻ പറഞ്ഞ സൂറത്താ സൂറത്തുൽ വാഖിയ. എല്ലാ ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പാരായണം ചെയ്യാൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ വാഖിയ. എല്ലാ ദിവസവും ഓതാൻ പറഞ്ഞ മറ്റൊരു സൂറത്താണ് നമ്മളൊക്കെ പതിവാക്കുന്ന തബാറക സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് അവസാനിക്കുന്നത് എങ്ങനെയാ? സൂറത്തുൽ മുൽക്ക് അവസാനിക്കുന്നത് 30-ാമത്തെ ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾക്കുള്ള വെള്ളം അങ്ങ് താഴ്ന്നു പോയാൽ, വറ്റിപ്പോയാൽ, കിണറിലൊക്കെ ഉള്ള വെള്ളം ചിലപ്പോൾ പൊടുന്നനെ അങ്ങ് താഴ്ന്നു പോയി. കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് പരാതി പറഞ്ഞത്, ഉസ്താദേ ഇന്നേ വരെ കിണർ കുത്തി വെള്ളം വറ്റിയിട്ടില്ല. ആ പരാതി പറയുന്ന അന്ന് പറയും, ഇന്നലെ വരെ, ഇന്നലെയും വെള്ളമുണ്ടായിരുന്നു, ഇപ്പോൾ നേരം പുലർന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, വെള്ളം വറ്റിപ്പോയി. കിണറിലെ വെള്ളം അതങ്ങ് ആണ്ടുപോയാൽ, അത് വറ്റിപ്പോയാൽ, അത് ഇല്ലാതായി കഴിഞ്ഞാൽ, ജലാശയങ്ങളിലെ വെള്ളം, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരിക? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആരാ വെള്ളം കൊണ്ടു തരിക? ആരാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. തബാറക ഓതിക്കഴിഞ്ഞാൽ, അത് കേട്ടുകഴിഞ്ഞാൽ അല്ലേ, അവസാനിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണ്. ആരാ വെള്ളം കൊണ്ടുവന്ന് തരിക? അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങളുടെ വെള്ളമില്ലാതായാൽ ആർക്കാണ് കഴിയുക? അത് കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചാലോ അല്ലെങ്കിൽ എന്തെന്ത് സംവിധാനങ്ങൾ ഉണ്ടായാലോ പടച്ച റബ്ബ് വെള്ളം തരാതെ കുഴൽക്കിണറുകൾ 400 അടി, അത് പിന്നീട് 650 അടി, പിന്നെ അത് 1000 അടി, ഇനി തമിഴ്നാട്ടിലെ മറ്റ് സ്റ്റേറ്റുകളെ പോലെ 2000 അടി, എത്രത്തോളം താഴേക്ക് പോകുന്നുവോ കുഴൽക്കിണറിന്റെ ആഴം കൂട്ടിയാലും റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ വെള്ളം നൽകിയാലല്ലാതെ നിങ്ങൾക്ക് വെള്ളം കിട്ടൂല. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലത്തിൽ 1,00,000-ലധികം ആളുകൾ ആ മണ്ഡലം തന്നെ വിട്ടുപോയി കഴിഞ്ഞ വേനൽ. എന്തേ കാരണം? വെള്ളമില്ലാത്തത്. ഗവൺമെന്റ് ട്രെയിനിലെ ടാങ്കറുകളിൽ അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു. പക്ഷേ അതിനു വേണ്ടി അടിപിടി കൂടി. ഒരു തുള്ളി വെള്ളം, ഒരു കുടം വെള്ളം കിട്ടാൻ വേണ്ടി ടാങ്കറിൽ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വരുമ്പോൾ അതിനു വേണ്ടി അടിപിടി കൂടി, അതിനു വേണ്ടി യുദ്ധം ചെയ്ത് ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. രാജാതിരാജനായ റബ്ബിന്റെ നിഅമത്ത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്താണ്? പരിഹാരം അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലെ പരീക്ഷണങ്ങൾക്ക് കാരണം?
രണ്ട് വഴി നമ്മൾ ആലോചിക്കണം. രാജാതിരാജനായ റബ്ബിലേക്ക്, ആത്മീയതയിലേക്ക്, അള്ളാനെ ഭയപ്പെടുന്നതിലേക്ക് മടങ്ങലല്ലാതെ ഈ പരീക്ഷണങ്ങൾക്കൊന്നും യാതൊരു പരിഹാരവുമില്ല. എന്തുകൊണ്ടാ റബ്ബ് സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം രാജാതിരാജനായ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഹാദൽ വൈസ് ലാ യൻസിൽ വയൻസിൽ വലാ യൻഫഅ. പടച്ചവനെ, മഴ പെയ്യുന്നില്ലല്ലോ, ഇനി ചിലപ്പോൾ മഴ പെയ്താലോ ആ മഴ കൊണ്ട് യാതൊരു ഉപകാരവുമില്ലല്ലോ. അല്ലാഹുവേ, ഇതെന്താ കാരണം? അല്ലാഹുമ്മ ഹാദൽ വൈസ് ലാ യൻസിൽ. പടച്ചവനെ, മഴ പെയ്യുന്നില്ലല്ലോ, ഇനി മഴ പെയ്താലോ വയൻസിൽ, മഴ പെയ്താൽ ലാ യൻഫഅ, അതുകൊണ്ട് ഉപകാരവുമില്ല. മഴ പെയ്താൽ ഒന്നുകിൽ കൃഷിക്ക് ഉപകാരം കിട്ടണം, കൃഷിയൊക്കെ നശിച്ചു പോവുകയാ. മഴ പെയ്തത് കൊണ്ട് കൃഷിക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല. മഴ പെയ്ത് കുടിവെള്ളം കിട്ടണം, കിണറിലോ ജലാശയങ്ങളിലോ വെള്ളം നിലനിൽക്കണം, അതുമില്ല. മഴ പെയ്തു, പക്ഷേ ഒരു നഫ്അം, ഒരു ഉപകാരവും കിട്ടിയില്ല. പലപ്പോഴും മഴ പെയ്യുന്നുമില്ല. ഈ മഴയെ കൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ എന്ത്? റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അന്ന് ബനൂ ഇസ്രായേലുകളുടെ കാലഘട്ടത്തിൽ ചോദിച്ചപ്പോ അന്ന് തന്നെ റബ്ബ് മറുപടി പറഞ്ഞത്, മൂസാ നബിയെ, ലിക്കസ്റത്തിസ് സിനാ വളുഹൂരിർ റിബാ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വ്യഭിചാരം വ്യാപിച്ചു. ലിക്കസ്റത്തിസ് സിനാ, വ്യഭിചാരം വ്യാപിച്ചു പോയി. പിന്നെയോ വളുഹൂരിർ റിബാ, പലിശ, അതും വ്യാപകമായി. പലിശ പ്രത്യക്ഷപ്പെട്ടു. പലിശ പരസ്യമായി ആളുകൾ കൊടുക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങി. പലിശയും വ്യഭിചാരവും, സിനാ, അസ്സിനാ വർ-റിബാ, ഇത് രണ്ടും വ്യാപകമായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഴ തടഞ്ഞു. ഇനി മഴ പെയ്താലും അതുകൊണ്ട് ഉപകാരമില്ലാതായി. റബ്ബ് സുബ്ഹാനഹു തആല പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തന്നെ കൊടുത്ത മറുപടിയാ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ സൗകര്യങ്ങൾ, മുഅ്മിനെ, നമ്മൾ ഇങ്ങനെ ഒരു സദസ്സിൽ അതൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ പോലും വായിച്ചപ്പോൾ നമ്മളൊക്കെ പേടിക്കുന്ന കാര്യങ്ങൾ. 66 വയസ്സുള്ള ഒരാളാണ് ചെറിയ 7 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. UKG-യിൽ പഠിക്കുന്ന, അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളെ പീഡിപ്പിച്ചതിനാണ് 52 വയസ്സുകാരനായ മറ്റൊരാളെ അറസ്റ്റിലായത്. ഇത് രണ്ടൊന്ന് പേപ്പറിലാണ്. വേറെ കുറെ. സുബ്ഹാനല്ലാഹ്, പ്രായഭേദമന്യേ വ്യഭിചാരവും ബലാത്സംഗവും തമ്മാടിത്തരങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുക. അതിൽ പത്രങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ആളുകളുടെ പേരും കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്തേ കാരണം? സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോ. ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അശ്ലീല സൈറ്റുകളും വൃത്തികേടുകളും കാണുന്നവർ ഇന്ത്യക്കാരായി. അതിന് പ്രധാനപ്പെട്ട കാരണം ജിയോ കമ്പനിയാണ് എന്നും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിര. സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കല്ലേ, മത്സരിക്കല്ലേ ആളുകൾ. സൗജന്യമായി കിട്ടിയതാണ് പടച്ചോനെ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ കഴിയോ? ഹറാമായ അശ്ലീലത്തിന്റെ വഴികൾ അത് കുട്ടികളും മുതിർന്നവരുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന നിഅമത്തുകൾ, സൗജന്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹുക്കെതിരെ അത് ഫ്രീ ആയി കിട്ടിയത് കൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയോ? അതൊക്കെ വ്യഭിചാരം തന്നെയല്ലേ? കണ്ണിന്റെ വ്യഭിചാരം, കാതിന്റെ വ്യഭിചാരം, ഹറാമുകൾ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാ. അള്ളാന്റെ പരീക്ഷണവും വ്യാപിക്കുകയാ. ആ പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോക എല്ലാവരുമാണ്. നമ്മുടെ പാപങ്ങൾ കാരണം മഴ പെയ്യുന്നില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പച്ചപ്പറവുകൾ ചത്തുപോകുന്നു. പറന്നു പോകുന്ന പച്ചപ്പറവുകൾ വെള്ളം കിട്ടാതെ കഠിനമായ ചൂടത്ത് ചത്തുവീഴുമ്പോൾ, മൃഗങ്ങൾ, കുഞ്ഞു സസ്യങ്ങൾ കരിഞ്ഞുണങ്ങി പോകുമ്പോൾ, നമ്മുടെ ഒരു തെറ്റും ചെയ്യാത്ത പൊന്നു മക്കള്, ചെറിയ മക്കൾ, അവര് ചൂടുകൊണ്ടും വെള്ളം കിട്ടാതെയും പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കാരണത്താലാണ് അല്ലാഹു മഴ തടയുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എന്താ പരിഹാരം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ, തൗബ ചെയ്യൽ.
മഴ കിട്ടാനും വെള്ളം കിട്ടാനും എല്ലാവരും കാര്യമായി ചെയ്യേണ്ട അമലെന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. പിന്നെയും ഓരോ കാരണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആളുകൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ മഴ തടയും എന്നൊരു ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹറാമുകൾ വ്യാപിക്കുമ്പോൾ മഴ തടയും. അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സക്കാത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. സക്കാത്ത് കൊടുക്കാതിരിക്ക പല ആളുകളും സക്കാത്ത് എന്നുള്ള നിലയിൽ ആ ഒരു അതിന്റെ ചിട്ടയോടെ ഇത് സക്കാത്താണ് എന്ന ബോധത്തോടെ എന്തെങ്കിലുമൊക്കെ കുറെ കൊടുക്കുക, അത് സക്കാത്താവില്ലല്ലോ. സക്കാത്ത് അതേപോലെ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട സാമ്പത്തിക ബാധ്യതകൾ. നമ്മുടെ അയൽക്കാര് പട്ടിണി കിടക്കുമ്പോൾ അത് ഏത് മതക്കാരനാവട്ടെ, മറ്റുള്ള മതക്കാർക്ക് സക്കാത്ത് കൊടുക്കലില്ല, പക്ഷേ നമ്മുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന ഒരാളാണ്, ഒരു ഹിന്ദുവാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, അയാളുടെ പട്ടിണി മാറ്റാൻ പണം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. നമ്മുടെ അയൽക്കാരൻ, നമ്മുടെ പരിചയത്തിലെ, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ സഹോദരി രോഗം വന്ന് ചികിത്സിക്കാൻ കഷ്ടപ്പെടുകയാണ്, അവരെ സഹായിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. സക്കാത്ത് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് നിർബന്ധമായ വേറെയും ബാധ്യതകളുണ്ട്. അത് നിറവേറ്റാതെ വരുമ്പോൾ പടച്ച റബ്ബിന്റെ റഹ്മത്ത് തടയും. അല്ലേ? അള്ളാന്റെ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാവണം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അള്ളാന്റെ സ്വഭാവങ്ങൾ, പടച്ച റബ്ബിന്റെ സ്വഭാവങ്ങൾ. റഹ്മത്ത് അള്ളാന്റെ സ്വഭാവമാണ്, റൗഫത്ത് അള്ളാന്റെ സ്വഭാവമാണ്. ആളുകൾക്ക് ധർമ്മം ചെയ്യൽ, ജൂദ് പടച്ച റബ്ബിന്റെ സ്വഭാവമാണ്, വിശാലത റബ്ബിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ അള്ളാന്റെ പ്രതിനിധികളായി ദുനിയാവിൽ പടച്ച റബ്ബിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാന്റെ നിയമങ്ങളെ ഇവിടെ നടപ്പാക്കണം. അപ്പോൾ പടച്ച റബ്ബ് മഴ പെയ്യിപ്പിക്കും. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ പടച്ച റബ്ബ് പറയാണ്, ജനങ്ങളെ നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടാൽ, പടച്ച റബ്ബ് പറയാ ഖുദ്സിയായ ഹദീസിൽ, ജനങ്ങളെ നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടാൽ, ലൗ അതഅതുമൂനി, നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് മഴ പെയ്യിക്കും. എങ്ങനെയെന്നറിയോ? രാത്രി മാത്രം മഴ, ഇടിയില്ല, മിന്നലില്ല, നിങ്ങളുടെ ജോലിക്കോ കച്ചവടത്തിനോ ഒന്നിനും തടസ്സമില്ല, നിങ്ങളുടെ കൃഷിക്കും നിങ്ങളുടെ കുടിവെള്ളത്തിനും ആവശ്യമായ സമൃദ്ധമായ മഴ, രാത്രി മുഴുവൻ നിങ്ങൾക്ക് മഴ പെയ്യിക്കും. ഇടിയില്ല, ശബ്ദകോലാഹലങ്ങളില്ല, മിന്നലില്ല, ഒരു ശല്യവുമില്ല. നേരം പുലർന്നാൽ മഴ തോരും. പകൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം, കൃഷി ചെയ്യാം, ഒന്നിനും തടസ്സമില്ല. സമൃദ്ധമായി നിങ്ങൾക്ക് മഴ ലഭിക്കും. പക്ഷേ ഒറ്റ നിബന്ധന, നിങ്ങൾ എല്ലാവരും എനിക്ക് വഴിപ്പെടണം. അള്ളാഹ്ക്കെതിരെ ധിക്കാരം ചെയ്യുമ്പോഴാണ് പടച്ച റബ്ബ് ക്രമം തെറ്റിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കൊല്ലവും മഴയുടെ അളവ് കുറയുന്നില്ല എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മൾ പറയാലോ ഈ കൊല്ലം മഴ കുറഞ്ഞു. ഗവൺമെന്റ് കാലാവസ്ഥക്കാർ സെന്റിമീറ്റർ കണക്കാക്കി പറയും, ഈ കൊല്ലം ഇത്ര സെന്റിമീറ്റർ മഴ ലഭിച്ചുള്ളൂ, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അത് ഇത്ര ശതമാനം കുറവാണ്, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 75% കുറവാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ കൊല്ലവും, എല്ലാ വർഷവും ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്ന മഴയുടെ അളവ് തുല്യമാണ്. ഒരു കൊല്ലവും കൂടുകയോ കുറയുകയോ ഇല്ല. കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഈ കൊല്ലം കുറവല്ല, ഈ കൊല്ലത്തെക്കാൾ അടുത്ത കൊല്ലം കുറയുകയോ കൂടുകയോ ഇല്ല. എല്ലാ കൊല്ലവും അല്ലാഹു കൃത്യമായ അളവിൽ ഈ ഭൂമിയിലേക്ക് മഴ പെയ്യിക്കും. പക്ഷേ അത് ചിലപ്പോൾ അതിന്റെ സ്ഥാനങ്ങൾ മാറും, ഭൂമികൾ മാറും. അല്ലേ? ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കൂടുതൽ മഴ ഈ കൊല്ലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഗൾഫ് രാജ്യങ്ങളിൽ മഴ കൂടുതൽ കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ മഴ കിട്ടാതിരിക്കുന്നു. അത് ചിലപ്പോൾ മരുഭൂമികളിൽ പെയ്തു പോകുന്ന മുത്തനബി പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ മഴ ലഭിക്കൂല, മനുഷ്യരായ നിങ്ങൾ താമസിക്കുന്നിടത്ത് മഴ കിട്ടൂല. പടച്ച റബ്ബ് ഒരു മനുഷ്യനും വസിക്കാത്ത മരുഭൂമിയിലോ അല്ലെങ്കിൽ കൊടും കാട്ടിലോ അല്ലെങ്കിൽ കടലിലോ മഴ പെയ്യിക്കും. മഴ ഒരിക്കലും ഒരു കൊല്ലവും കുറയുന്നില്ല. സ്ഥാനം, രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ മാറും. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്.
നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ പടച്ച റബ്ബിന് വഴിപ്പെടാത്തത് കാരണം, സക്കാത്ത് പോലെ അല്ലെങ്കിൽ നോമ്പ് പോലെ നിങ്ങളുടെ ഇബാദത്തുകൾ നിറവേറ്റാത്ത കാരണത്താൽ പടച്ച റബ്ബ് പരീക്ഷിച്ച് മഴയെ തടയും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ തന്നെയല്ലേ പരിഹാരം കാണേണ്ടത്? നമ്മൾ തന്നെയല്ലേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം കാണേണ്ടത്? ഒന്നാമത്തെ പരിഹാരം പടച്ച റബ്ബിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നിത്യാദി കാര്യങ്ങളാണ്. പിന്നെ ഇത്തരത്തിലുള്ള ബലാഹുകൾ, ഇടങ്ങേറുകൾ, കഷ്ടപ്പാടുകൾ അതെല്ലാം വരുമ്പോൾ മഹാന്മാര് ചെയ്തത് മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലാണ്. അല്ലേ? മജ്ലിസുൻ നൂറിലെ പ്രധാനപ്പെട്ട വഴി തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആയ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 313 ബദരീങ്ങളെ അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോ നമ്മൾ ഒറ്റക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ദുആക്ക് ഉത്തരം കിട്ടാനും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് അത് പരിഹാരമാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിയിട്ടല്ലേ മഹാന്മാരായ സഹാബത്ത് പടച്ച റബ്ബിനോട് മഴ ചോദിച്ചത്. മുത്തുനബിയെ തവസ്സുലാക്കി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി. നോക്ക്, മഹാന്മാരെ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ, അവരെ അവരുടെ ബറക്കത്ത് കൊണ്ട് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ പടച്ചവനെ ഇതാ ഞങ്ങളുടെ മുത്തുനബി, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇതാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ മുത്തുനബിയുടെ പിതൃവ്യനാണ്, അല്ലാഹ് ആത്മീയമായ ഉന്നതന്മാരാണ്, അവരെ തവസ്സുലാക്കിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രീതി സഹാബത്തിന്റെ കാലത്ത് മുത്തുനബിയുടെ കാലം മുതൽ മഹാന്മാര് പഠിപ്പിച്ചതാ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി, മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ദുആ ചെയ്യണം. വളരെ ഇഖ്ലാസോടെ ആത്മാർത്ഥമായ ദുആ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പൊതുവായ പരീക്ഷണങ്ങൾ അതിനൊക്കെ പരിഹാരമുണ്ടാകും. നമ്മൾ പേടിക്കുന്ന രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രയാസങ്ങൾ അതിന് പരിഹാരമുണ്ടാകും. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ആത്മീയ നേതാക്കളാണ് ബദരീങ്ങൾ. ഇത് ആത്മീയ നേതാക്കളാണല്ലോ. ഇത് കേവലം പടയാളികളല്ല. ബദറിലേക്ക് പോയ കേവലം 313 പടയാളികളല്ല. ബദരീങ്ങൾ എന്നത് ആത്മീയമായ ഒരു ശക്തിയാണ്. പടച്ച റബ്ബ് നേരത്തെ തെരഞ്ഞെടുത്തവരാ, അത് അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. 1,24,000 നബിമാർ. ആരൊക്കെ നബിമാരാവണം അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ആ നബിമാരുടെ കൂട്ടത്തിൽ ആരൊക്കെ മുർസലീങ്ങളാവണം റബ്ബിന്റെ തീരുമാനമാണ്. അവരിൽ ആരൊക്കെ ഉലുൽ അസ്മുകളാവണം, അവരുടെ നേതാവ് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവിനെ ആദ്യം തെരഞ്ഞെടുത്തല്ലോ. നോക്ക്, ആദ്യം തെരഞ്ഞെടുത്തല്ലോ. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നേതാവിനെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകങ്ങളെ മുഴുവനും എല്ലാ പ്രപഞ്ചങ്ങളെയും പടക്കുന്നതിന് മുമ്പ് മഹാനായ മുത്തുനബിയുടെ നൂറിനെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അന്ന് തന്നെ നേതാവിന് മുഹമ്മദ് എന്ന പേര് നൽകുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവിനെ പടച്ച റബ്ബ് നേരത്തെ തീരുമാനിച്ചതാണ്. ആ നേതാവിന്റെ കീഴിലായി 313 മുർസലീങ്ങളെ തീരുമാനിച്ചു. 1,24,000 നബിമാരെ പടച്ച റബ്ബ് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ മഹാനവറുകളെ പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാര് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അനുസരിച്ച് മുത്തുനബിയുടെ സഹാബത്തിന്റെ എണ്ണവും 1,24,000 ആണ് എന്ന്. 1,24,000 നബിമാര് മുൻഗാമികൾ, 313 മുർസലുകൾ, അവരുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ സഹാബിമാരും 1,24,000 അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 313 ബദരീങ്ങൾ അവരുടെയും നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതൊരു ആത്മീയമായ തെരഞ്ഞെടുപ്പ് നേരത്തെ പടച്ച റബ്ബ് നടത്തിയതാ. എന്ത് ബദരീങ്ങൾ എന്ന് ചോദിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബദരീങ്ങൾക്ക് ആത്മീയമായ വളരെ വലിയ ഫദ്ലുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു, വാക്കേറ്റമായി. പരാതിയോടെ മുത്തുനബിയുടെ മുന്നിലേക്ക് രണ്ടാളെയും കൊണ്ടുവന്നു. രണ്ടുപേരും തർക്കിച്ചു, അത് വാക്കേറ്റമായി, അഭിപ്രായ വ്യത്യാസമായി. രണ്ടും പ്രഗൽഭര. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിദേ, പ്രിയപ്പെട്ട ഖാലിദേ, യാ ഖാലിദ് ലാ തുഅ്ദു മൻ ശഹിദ ബദറാ, ബദരീങ്ങളിൽപ്പെട്ട ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, ബദരീങ്ങളിൽപ്പെട്ടവരല്ലേ, ബദരീങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലിദേ, ലൗ അൻഫഖതും മിസ്ല ഉഹദ് ദഹബാ, നിങ്ങൾ ഉഹദ് മല, ഭീമാകാരമായ ഉഹദ് മല, എത്രയോ 10,000 ടണ്ണുകൾ വരുന്ന അത്ര വലിയ ഭാരമുള്ള ഉഹദ് മല, ആ ഉഹദ് മല പോലെ 10,000 ടണ്ണുകൾ സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താലും, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും, ബദരീങ്ങളിൽപ്പെട്ട ഒരാളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയൂല. അത്ര വലിയൊരു മുതലാളി ദുനിയാവിൽ ഉണ്ടാവുമോ? ഉഹദ് മല മുഴുവനും സ്വർണമാക്കി കൊടുത്ത അത്ര വലിയ സ്വർണക്കൂമ്പാരം കിട്ടിയ ഒരു മുതലാളി, അത് മുഴുവൻ എന്ന് പറഞ്ഞ കോടാനുകോടിയുടെ സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താലും ബദരീങ്ങളുടെ സ്ഥാനത്തേക്ക്, ബദരീങ്ങളിൽപ്പെട്ട ഒരാളുടെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയൂല ഖാലിദേ. അതുകൊണ്ട് ബദരീങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഖാലിദിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്, ഖാലിദിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഖാലിദ് ആരാ? സൈഫും മിൻ സയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ ഖഡ്ഗമാണ്. പടച്ചറബിന്റെ സൈഫുകളിൽ അല്ലാഹുവിന്റെ വാള, സൈഫുള്ളയാണ്, അല്ലാഹുവിന്റെ ഖഡ്ഗമാണ്. പ്രിയപ്പെട്ട ഖാലിദ്, അല്ലാഹ് പൊരുത്തപ്പെട്ടവരാ. ഖാലിദിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്, ഖാലിദിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്, ഖാലിദിന് വിഷമമുണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. രണ്ടാളെയും പറഞ്ഞ് മസലാത്താക്കി വിട്ടു മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബദരീങ്ങൾ എന്ന ആ മഹാന്മാരുടെ പദവിയിൽ ആർക്കും എത്താൻ കഴിയൂല. സദഖ കൊണ്ടല്ല, ഇനി നിസ്കാരം കൊണ്ട് എത്താൻ കഴിയോ? ദിക്ർ ചൊല്ലി എത്താൻ കഴിയോ? ഏത് ഖുത്ബീങ്ങൾ, ഗൗസിയങ്ങൾ, ഔലിയാക്കൾ, നുഖബാ, നുജബാ, അബ്ദാല്, മഹാന്മാർ, അവർക്കൊന്നും എത്താൻ കഴിയൂലല്ലോ. ആലിമീങ്ങൾക്ക് ഇൽമു കൊണ്ടെത്താൻ കഴിയൂല, ഔലിയാക്കൾക്ക് വിലായത്ത് കൊണ്ടെത്താൻ കഴിയൂല, ആരിഫീങ്ങൾക്ക് മാരിഫത്ത് കൊണ്ടെത്താൻ കഴിയൂല. ബദരീങ്ങൾ എന്ന പദവി പടച്ച റബ്ബ് കൊടുത്ത ഏറ്റവും വലിയ സ്ഥാനമാണ്. പിന്നെ നമുക്കെന്തേ മാർഗമുള്ളൂ? ആ മഹാന്മാരെ ഇഷ്ടപ്പെടുക, അവരെ മദ്ഹ് ചെയ്യുക, അവരുടെ പേര് പറയൽ തന്നെ വലിയ പുണ്യല്ലേ അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മൾ മജ്ലിസുൻ നൂർ പാടുമ്പോൾ ആദ്യം മുത്ത് നബിയെ പറയും, പിന്നെ വരുന്ന വരി അബൂബക്കറിൻ, ഉമറു, ഉസ്മാനു, സുമ്മ ഹൈദറു, നസലുൽ ലിഔഫിൻ ആമിറു, വതൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ആ മഹാന്മാർ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ഖുലഫാഉർ റാഷിദീങ്ങളായ 4 മഹാന്മാരെ പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹു ചൊല്ലും. പിന്നെ ആ മുത്തുനബിയുടെ പിതൃവ്യന്മാര് അമ്മൈ നബിക ഹംസത വൽ അബ്ബാസ്, ആ മഹാന്മാരുടെ പേര് പറഞ്ഞ് തർളിയത്ത് ചൊല്ലും അല്ലേ? ദുആ ചെയ്യും. മഹാന്മാരുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യൽ, മഹാന്മാരുടെ പേര് പറഞ്ഞ് തർളിയത്ത് ചൊല്ലൽ, മഹാന്മാരുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യൽ, ഇതൊക്കെ വളരെ വലിയ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്നതാ. നമ്മളെ 313 ബദരീങ്ങളുടെ പേര് അത് ഖസീദകളിൽ ബൈത്തിന്റെ രൂപത്തിൽ ചിലപ്പോൾ ചൊല്ലും, മാലയുടെ രൂപത്തിൽ ചൊല്ലും, ചിലപ്പോൾ അസ്മാഉൽ ബദർ ചൊല്ലും, മൗലിദിന്റെ രൂപത്തിൽ, പല രൂപത്തിൽ
313 ബദരീങ്ങളുടെ പേര് പറയിൽ തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. ദുനിയാവും ആഖിറവും ഒക്കെ രക്ഷപ്പെടാൻ കാരണമായി തീരുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് അവസാനം നന്നാവണം. നമ്മൾ 3 കാര്യമാണ് പ്രധാനമായി മജ്ലിസുൻ നൂറിൽ ചോദിക്കുന്നത്. അല്ലേ? ആദ്യത്തെ ആകെയുള്ള 60 വരി, ആ 60 വരികളിൽ ആദ്യത്തെ 10 വരിക്ക് തൗഹീദിന്റെ ജവാബാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ജവാബാ. പിന്നെ 10 വരി മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ജവാബാ. പിന്നെ 10 വരി ബദരീങ്ങൾക്ക് തർദിയത്ത് ചൊല്ലിക്കൊണ്ടുള്ള ജവാബാ. പിന്നെ നമ്മുടെ 3 ആവശ്യങ്ങൾ, എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും നീങ്ങിപ്പോകാൻ, പിന്നെ രോഗങ്ങൾ മാറിക്കിട്ടാൻ ദണ്ണം വബ വസൂരിയും എല്ലാവരും മറ്റുള്ള ദീനമടങ്കലും രോഗശിഫാക്ക്, പിന്നെ നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. സകറാത്തില്ലിയ തൂമിതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻഹാവിയ ഖീനി ദവാമൻ യാ അല്ലാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കഠിനമായ മരണവേദനയുള്ള സമയത്ത് റബ്ബേ മരണവേദന എളുപ്പമാക്കിക്കൊണ്ട മരണവേദന എളുപ്പമാക്കിക്കൊണ്ട മുത്തുനബിയും ദുആ ചെയ്ത് അങ്ങനെയാണ്, റബ്ബേ അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്, മരണവേദന എളുപ്പമാക്കിക്കൊണ്ട, മരണവേദന ഒഴിവാക്കിക്കൊണ്ട റസൂലുള്ളാഹി ദുആ ചെയ്തില്ല. കാരണം മരണവേദന ഒഴിവാകൂല. നബിമാർക്കൊക്കെ മരണവേദന ഉണ്ടായി. എന്തിന്? മുത്തുനബിക്ക് പോലും ഇന്നലിൽ മൗത്ത് ലസകറാത്ത്. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞില്ലേ, ആയിഷ മരണത്തിന് വേദനയുണ്ട് കേട്ടോ, സക്കറാത്തുണ്ട്. പടച്ചവനെ മരണവേദന എളുപ്പമാക്കിക്കൊണ്ട, അത് ലഘൂകരിച്ചുകൊണ്ട ഖബറിന്റെ അദാബ് ഒഴിവാക്കാൻ മുത്തുനബി ദുആ ചെയ്തു. മഹ്ശറയിലെ ഹിസാബ് ഒഴിവാക്കാൻ റസൂലുള്ളാഹി ദുആ ചെയ്തു. നരകത്തിന്റെ ശിക്ഷ അദാബ് ഒഴിവാക്കാൻ ദുആ ചെയ്തു. പക്ഷേ മരണത്തിന്റെ വേദന ഒഴിവാക്കാൻ ദുആ ചെയ്തില്ല. കാരണം അത് ഒഴിവാകൂല. പിന്നെയോ അത് എളുപ്പമാകലേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബിയോട് ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ മരണത്തിന് കഠിനമായ വേദന ഉണ്ടാകുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? പിന്നെ എന്താ പല ആളുകളും മരിക്കുമ്പോൾ ചിരിക്കുന്നത്? ചിരിച്ചു മരിക്കാൻ കഴിയും. വേദന സക്കറാത്തുൽ മൗത്ത് എല്ലാവർക്കും ഉണ്ട്, അത് ഏത് മഹാന്മാർക്കും ഉണ്ട്. പിന്നെയും എന്താ പല മഹാന്മാര് ചിരിച്ചു മരിക്കുന്നത്? വേദനിക്കുമ്പോൾ എങ്ങനെ ചിരിക്കും നബിയെ? വളരെ സുഖത്തോടെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ പലരും മരിക്കുന്നല്ലോ. അവർക്കും സക്കറാത്തുൽ മൗത്തില്ലേ, മരണവേദനയില്ലേ? അപ്പൊ എങ്ങനെയാ അവർ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുലുബു ഫീ സൂറത്തി യൂസുഫ്, നീ സൂറത്ത് യൂസുഫ് എന്ന് ഓതി നോക്ക്. ഓതി അപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗം, അല്ലേ? മിസ്രിലെ പെണ്ണുങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ ആ ശക്തി ഖുർആൻ പഠിപ്പിക്കുകയാ. മിസ്രിലെ പെണ്ണുങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരുടെ കയ്യിൽ പഴം മുറിക്കാൻ കത്തിയും പഴവും വിതരണം ചെയ്ത് സുലൈഖാ ബീവി ആ സ്ത്രീകളോട് പഴം മുറിക്കാൻ ആവശ്യപ്പെട്ട് അവര് പഴം മുറിച്ചു കൊണ്ടിരിക്കുകയാ. എല്ലാവരോടും പഴം ചെത്താൻ പറഞ്ഞു. അവരിങ്ങനെ പഴം ചെത്താണ്. അതിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർക്കിടയിലൂടെ ഇറക്കി വിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഹാസൗന്ദര്യം, സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു ഭംഗിയാണ്. ആ സൗന്ദര്യം കണ്ടപ്പോൾ ഇവരുടെ പരിസരബോധം നഷ്ടപ്പെട്ടു പോയി. അതൊരു ആലങ്കാരികമല്ല, പരിസരബോധം ശരിക്കും അങ്ങോട്ട് പോയി. കണ്ണും കൽബും ഒരു ഈ മായാ കാഴ്ചയിലങ്ങ് ലയിച്ചു പോയി. അവർ ചെയ്യുന്ന പണിയൊക്കെ മറന്നുപോയി. അവരറിയാതെ പഴം മുറിക്കുന്നതിനിടയിൽ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഖത്തഅന ഐദിയൻ, ആ പെണ്ണുങ്ങൾ കയ്യ് മുറിച്ചു, കയ്യ് ചെത്തി. കയ്യ് മുറിച്ചിടത്ത് പിന്നെയും മുറിച്ചു. മാംസച്ചുകളുകൾ ചിന്നിത്തെറിക്കുക, രക്തമൊലിക്കുകയാ. പക്ഷേ ഈ മുറിവിന്റെ പച്ച മുറിവിന്റെ വേദനയും നീറ്റലും പുകച്ചിലും ഒറ്റ പെണ്ണും
അറിഞ്ഞില്ല. അവരിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെരിച്ച് കണ്ണ് തള്ളി അന്തം വിട്ടിങ്ങനെ ഇരിക്കല്ലേ. ഈ മുറിവിന്റെ വേദനയൊന്നും അവരറിയുന്നില്ല. മുറിവിന് വേദന ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. ആ കാഴ്ചയിലങ്ങ് ലയിച്ചു പോയപ്പോ അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ചോദ്യകർത്താവിന് മനസ്സിലായി മരണത്തിന് വേദന ഉണ്ടാവും, പക്ഷെ മരിക്കുമ്പോ ചില കാഴ്ചകൾ കാണുമ്പോൾ അവര് ചിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കാണുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ ശിബിലി റഹിമഹുല്ലാഹ് ഇറാഖിന്റെ മണ്ണിൽ ബഗ്ദാദില് മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ പാട്ട് പാടിയത്. കാരണം മുത്തുനബിയെ കാണാ. കുല്ലു ബൈത്തിൻ അന്ത സാകിനു വൈറു മുഹ്താജിൻ ഇലാ സുറൂജി വജ്ഹുകൽ മഅമൂലു ഹുജ്ജതുനാ യൗമാ യഅതിൻ നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദുൽ കൗനൈനി വസ്സുറൂജി. അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ വലിയ ആശിഖായിരുന്നു. മുത്തുനബിയുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു. റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് മുത്തുനബിയുടെ ഇഷ്ക് നേടിയ മഹാനായ ബഹുമാനപ്പെട്ട അല്ലാമ അബൂബക്കർ ശിബിലി റഹിമഹുല്ലാഹ് മരിക്കുമ്പോ പാട്ട് പാടാ. മുത്തുനബിയെ സ്വാഗതം ചെയ്ത് പാട്ട് പാടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രകാശിക്കുന്ന ഈ സുന്ദരമായ മുഖം അങ്ങൊരു വീട്ടിലേക്ക് കടന്നു വന്നാൽ പിന്നെ വിളക്കിന് വേറെ ആവശ്യമില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ഈ ശ്രേഷ്ഠമായ തിരുമുഖമാണ് നാളെ പരലോകത്ത് ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ തെളിവ്, ഞങ്ങളുടെ ധൈര്യം നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമകൾ ചൊല്ലി പുഞ്ചിരിയോടെ ഈ ലോകത്തോട് യാത്ര. മുത്തുനബിയെ കണ്ട് പുഞ്ചിരിച്ചങ്ങ് മരിച്ചുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന സമയത്ത് ബദരീങ്ങളെ കാണും. ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാന്മാരുടെ മദദ്, സഹായം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കണം. അതിനായി സദസ്സൊക്കെ നമുക്ക് മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ട്, മഹാന്മാരായ ബദരീങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് നമുക്ക് മരിക്കാൻ. അവര് വന്നാ പിന്നെ അവിടെ ഇബ്ലീസ് ഉണ്ടാവൂല, ഇബ്ലീസ് വരൂല. ഇബ്ലീസിനൊക്കെ അവർ ആട്ടി ഓടിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാവണം, ദുനിയാവും ആഖിറവും വിജയിക്കണം. രണ്ടും ഇൻഷാ അല്ലാഹ് അതൊക്കെ നേടാൻ മഹാന്മാരാണ് നമ്മുടെ വഴി. മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ ബദരിയത്ത് ചൊല്ലി മജ്ലിസുൻ നൂർ നടത്തി നമ്മൾ ദുആ ചെയ്യാൻ പോകുന്ന ഒരുപാട് ആളുകളെ പ്രത്യേകം ദുആ കേൾപ്പിച്ചിരുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഉസ്താദ് പറഞ്ഞല്ലോ, നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, പഠിക്കുന്ന മക്കൾ, അവരുടെ പഠനം ഈ സദസ്സിൽ തന്നെ SSLC +2 ഒക്കെ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. അവരുടെയൊക്കെ പഠനത്തിലും പരീക്ഷയിലൊക്കെ ഈ സദസ്സിന്റെയും ബദരീങ്ങളെയും ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ വിജയം ലഭിക്കണം. നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെന്ന് കുടിവെള്ളം ലഭിക്കണം. മാരകമായ രോഗങ്ങൾ നിന്ന് രക്ഷപ്പെടണം. ദുനിയാവും ആഖിറവും നമുക്ക് സലാമത്താവണം. അതേപോലെ നമ്മൾ ഇന്ന് മരിച്ചുപോയ ആളുകൾക്ക് കൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പടച്ച റബ്ബിനോട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസുൻ നൂറിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. പല ആളുകളും സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മജ്ലിസുൻ നൂറിലേക്ക്, ബക്കറ്റിലും മറ്റുമൊക്കെയായി. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഇത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ മഹാത്ഭുതമാണ്. ബദരീങ്ങളുടെ സദസ്സ്, അത് അവിടെ സദഖ ചെയ്യുമ്പോൾ, നേർച്ച ചെയ്യുമ്പോൾ അതിലൊക്കെ ഉണ്ടായ 100,000 അനുഭവങ്ങൾ. മജ്ലിസുൻ നൂർ തുടങ്ങിയിടത്തൊക്കെ വലിയ വിജയ, ആത്മീയതയ്ക്ക് വലിയ താല്പര്യം ജനങ്ങൾക്കുണ്ട്. നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ, ശ്രേഷ്ഠമായ മജ്ലിസുകളൊക്കെ അൽഹംദുലില്ലാഹ്, അതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതും സമയം മണിക്കൂറുകൾ ചെലവഴിക്കുന്നതും ഇവിടെ സദഖ ചെയ്യുന്നതും സംഭാവനകൾ കൊടുക്കുന്നതും ദുആ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമുക്കൊക്കെ കിട്ടിയ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സംരംഭത്തിലേക്ക്, നമുക്കറിയാലോ റബ്ബിന്റെ വലിയൊരു നിഅമത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ഒരു വലിയ, എന്താ നമുക്ക് പറയാ, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ ആ മഹത്വമാണ്
അത്ഭുതകരമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കോടികൾ വിലമതിക്കുന്ന നമ്മുടെ ഒക്കെ ആത്മീയ കേന്ദ്രമായ ഫത്ഹുൽ ഫത്താഹ് അൽഹംദുലില്ലാഹ് കാണുമ്പോൾ തന്നെ കൺകുളിരാകുന്ന വളരെ സന്തോഷത്തോടുകൂടെ അതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിലായി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി റാഹത്തോടുകൂടെ അത് ഉദ്ഘാടനം ചെയ്യാൻ അതിലേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സദസ്സുകളൊക്കെ മജ്‌ലിസുൻ നൂറും നമ്മുടെ സ്വലാത്തും അതേപോലെ ഖുർആൻ ക്ലാസും മറ്റുള്ള ആത്മീയമായ നമ്മുടെ വഴികളൊക്കെ നമുക്ക് അവിടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഭാരവാഹികൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന് നമുക്കെല്ലാവർക്കും അതിനുള്ള എളുപ്പ വഴികൾ അതിനുള്ള റാഹത്തോടുകൂടെയുള്ള തൗഫീഖ് പടച്ച റബ്ബ് എളുപ്പമാക്കി തരട്ടെ. ബിഫദ്ലി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ്